ഞങ്ങൾ 2023 ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ കൊടുത്താണ് ഓൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ ഞങ്ങൾ പോകാൻ ഒരുങ്ങി. നെടുമ്പാശ്ശേരിക്കാണ് ഞങ്ങൾ പോണത്. 11:15 വണ്ടി അവിടെ കോട്ടക്കൽ വരും, നിങ്ങൾ ഒരുങ്ങി വേഗം വന്നോളുണ്ട് അറിഞ്ഞ് ഞങ്ങൾ വണ്ടിക്കാരൊക്കെ വന്ന് എല്ലാവരും പിരിച്ചിട്ട് 12 മണിയാകുമ്പോൾ രാത്രി ഓൻ പറഞ്ഞ് നിങ്ങൾ ഇറങ്ങലിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങാറിഞ്ഞ്. അങ്ങനെ കുട്ടികളും എല്ലാവരും ഉണ്ടായിനി. ഒരുപാട് പൈസ ഞങ്ങൾക്ക് ചിലവായിനി. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടക്കുന്നുണ്ട് ആലോചിച്ചപ്പോഴത്തേന് അസുഖം വരികയാണ്, ആസ്പത്രി അഡ്മിറ്റ്. അവനോട് ചോദിച്ചാൽ പറയും നിങ്ങൾ വന്നിട്ട് തരട്ടമ്മ പൈസ അറിയും. അങ്ങനെ ആയി. സോഡിയം കുറേ ഇടയ്ക്കിടക്കൊണ്ട് ആലോചിക്കുമ്പോൾ ഹജ്ജിന് പോകാനും കഴിഞ്ഞില്ല. പൈസ ഞങ്ങൾക്ക് ഇനി നിലക്കുണ്ടാക്കാനും കഴിയില്ല. കഴിഞ്ഞ ഞാൻ ഇവളും പറയും ചീത്ത അറിയും, എല്ലാവരും ചീത്ത അറിയും. അങ്ങനെ വായ്പ വാങ്ങി കൊടുത്തോൻ തരാറിഞ്ഞ്, നിങ്ങൾ വാങ്ങി കൊടുത്തോളി തരാറിഞ്ഞ്. അങ്ങനെ ഓൻ തന്നില്ല. ആ പൈസ കൊടുക്കാൻ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 31 അടക്കാൻ പറഞ്ഞു. അതിന് ഓൻ ഇപ്പോൾ വരാമെന്ന് ഓൻ പറയുന്നുണ്ട്, ഓൻ തരൂല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട്. എനിക്കാണെങ്കിൽ ആലോചിക്കുമ്പോൾ സോക്കടാകുക. കുട്ടികൾക്ക് പൈസ ചെയ്യാനും ചികിത്സ ചെയ്യാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. എത്രങ്ങാനും പൈസ ഞങ്ങൾക്ക് ചിലവിന് ക്ലാസ്സിന് പോലും മറ്റോ മറിച്ചോ ആളെ വിളിച്ച് ഞങ്ങൾ പോവല്ലേ, അതിന് സൽക്കാരും ഒക്കെ വാടുണ്ടാക്കി ഒരുപാട് പൈസ ചിലവായി. അന്നിപ്പോൾ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞങ്ങൾക്ക് ആളുടെ അറിഞ്ഞ് ഞങ്ങൾ പൈസ ഇനി ഹജ്ജിന് പോയാൽ ഞങ്ങൾക്ക് കിട്ടണം എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ട്. ഈ കൊല്ലത്തെ ഹജ്ജിന് ഞങ്ങൾക്ക് എന്തായാലും എനിക്ക് തീരെ തടിയോണ്ട് സുഖമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പറ്റിച്ചല് ഞാൻ പറ്റിച്ചും ചെയ്ത് നമ്മൾ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കി. എന്ന് ഒരു 25 റുപ്യ 50 റുപ്യ 100 റുപ്യ അങ്ങനെ ഓരോന്ന് കിട്ടണ കൊണ്ടുവച്ചായിട്ട് ഉണ്ടാക്കിയാണ് ഞാൻ. അങ്ങനെ ഒരുപാട് കാലം മുന്നേ ഉണ്ടാക്കലോ, 25 കൊല്ലമാണ് പൈസ കുറേശ്ശെ ഉണ്ടാക്കലെടുത്തിട്ട്. പിന്നെ ഞാൻ ആടളമൊക്കെ വളർത്തിണ്ടാക്കി ഒന്നിനെ കൊടുക്കാനാകുമ്പോൾ കൊടുത്തുകാട്ട് എന്തെങ്കിലും ഒന്നുണ്ടാകും. കയ്യുമേലുള്ള വളമൊക്കെ ഉണ്ട്, അതിനൊക്കെ വിറ്റ് പോരാത്ത ഓരോരുത്തരോടൊക്കെ വാങ്ങി അങ്ങനെ അന്ന് തിരിച്ച് കൊടുത്തേനി ഓന്. പിന്നെ ഞാൻ കൊടുക്കാനുള്ളതൊക്കെ അങ്ങനെ ഓരോന്ന് പണിയെടുത്തോടെ കൊടുത്തിട്ടോ, അത് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ആ പൈസ തരാതെ ഞങ്ങൾക്ക് ഇനി പോകാൻ നിവർത്തില്ല. അത് എല്ലാവരും അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടണം, അതേ ഞങ്ങളെ പറയാനുള്ളൂ. ഒരുപാട് പൈസ ഞങ്ങൾക്ക് ചിലവായതിനും വേണ്ടി. ഇതാണ് ഓൻ എന്നും അങ്ങനെ അത് എത്രയോ ഒലപ്പം മരിച്ചതിൻ്റെ മുമ്പേ പറഞ്ഞ് എനിക്ക് ഹജ്ജിന് പോകണം അതിനുണ്ടാക്കാൻ പൈസ ഹജ്ജ് ഉണ്ടാക്കിക്കോന്നും പറയും. അങ്ങനെ അത് അംഗീകരിച്ചതേനി. അങ്ങനെ ഞങ്ങൾ ആണുങ്ങളില്ല, ആങ്ങളാരോട് പറയാനില്ല. ഒരാങ്ങളുണ്ടായിരുന്നു മരിച്ചു. പിന്നെ 2 മൂല്യം ഓൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞതിന് കണക്കുണ്ടാവുമല്ലോ, ഓലോടും തരാൻ കഴിയൂല. അങ്ങനെ ഓലും പറയും ഇജ്ജെന്തിനും ഓളെ പൈസ അങ്ങനെ എൻ്റെ കൊടുത്താൽ പോരേന്ന് ചോദിച്ചു. അങ്ങനെ ഓളത് വാങ്ങി ഞാൻ കൊടുത്ത് നമുക്കുണ്ടാക്കും ഒപ്പം പോകാറിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കുടുങ്ങി, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് കൊല്ലത്തെ ഹജ്ജിന് എന്തായാലും പോകണം. എനിക്ക് തടിക്ക് തീരെ സുഖമില്ല. ഒരു ദിവസം അങ്ങനെ ആസ്പത്രിയിൽ പോവുക. അപ്പോൾ ആസ്പത്രി കാണിച്ചാട്ട് അങ്ങോട്ട് വന്നത്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടായി. അത് ആലോചിക്കുമ്പോൾ തന്നെ ഹജ്ജിന് പോകാൻ കഴിയാത്ത കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങേറ്. പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പോൾ തരികയാണെങ്കിൽ നമുക്ക് പോകാം. ഞങ്ങൾ ഓൻ കൊടുക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് ഞങ്ങളോട് കൊല്ലോ, നിങ്ങൾ പിന്നെ ഗവൺമെൻറ്റിന് കൊടുത്തോളിമാ, അതിന് പൈസ ഓരോ കേടുമായിട്ട് ഞാൻ തരും, അത് നിങ്ങൾ ബേജാറാണ്, നിങ്ങളെ പൈസ ഞാൻ തരും പറഞ്ഞു. അങ്ങനെ കൊടുത്തല്ല, ഞങ്ങളൊന്നും കണ്ടിട്ട് കൊടുത്തല്ല. കൊടുക്കാൻ ഞങ്ങളോട് കഴിയില്ല, വേറെ നിലക്ക് ഒപ്പിച്ചാനും കഴിയില്ല. അപ്പോൾ ഇത് കിട്ടുന്നുള്ള നിലക്ക് കൊടുത്താൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പിന്നെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് വാങ്ങി. അപ്പോൾ ഓല അമ്മച്ചാങ്കാൻ്റെ പൈസ ഇനി അറിഞ്ഞു, അതിനും ഹജ്ജിന് കൊടുത്ത് കിട്ടി. അവനോട് പറഞ്ഞു നിങ്ങളെ പൈസ തരണം താത്ത, എങ്ങനെയെങ്കിലും അമ്മച്ചാങ്കാക്കും ഹജ്ജിന് പോകണം, ആ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പിന്നെ വേറെ ആളോട് വാങ്ങിയാൽ കൊടുത്ത്. ഇനിയിപ്പോൾ ആ പൈസയും കൊടുക്കണം. ഈ മാസം 31 ലാസ്റ്റ് അടവാണ് പറഞ്ഞു, അതും കൊടുക്കണം. അതിന് ഓനോട് കിട്ടണം വേണം. ഓൻ തരുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾക്ക്. അങ്ങനെ അവധി പറയുന്നു കുറേ ആയി. 3 കൊല്ലമായി ഞങ്ങൾ കൊടുത്തിട്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, നിങ്ങളത് തരും, 1 ലക്ഷം തരും, 1.25 തരും, അങ്ങനെ പറയുന്നുണ്ട്. മറ്റവരുടെ കൊടുത്ത് നിങ്ങളത് തരും അറിയും. ഇവളത് 5ത്തിൻ്റെ കൊടുക്കൂല. ഒരു ദിവസം ഓളെ മോനൊക്കെ അവിടെ പിന്നെ അങ്ങോട്ട് ചെന്നീനി, ആയതായിട്ട് ഓൻ്റെ കൊടുക്കൂല അറിഞ്ഞു. നിങ്ങളത് തരണ്ട, ഓളത് കൊടുക്കൂല, ഓളത് കൊടുക്കാൻ ഞാൻ പറ്റില്ല, എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഓളത് ഞാൻ പറയാം, ഓളത് കൊടുക്കാൻ തീരുമാനം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ അറിയപ്പോൾ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇത്ര 2-3 കൊല്ലമായി ഹജ്ജിന് പൂതി വെച്ച് നിൽക്കുന്നു. 3ാമത്തെ ഹജ്ജാപത്തെ ഞങ്ങളിത് കൊടുത്തിട്ട്. അപ്പോൾ കൊല്ലം ഞങ്ങൾ കൊടുത്തും ചെയ്ത്, ഓൻ പറഞ്ഞതിന് കൊടുത്തും ചെയ്ത് കിട്ടുകയും ചെയ്തു. ഓൻ ഒരു പൈസയും തരുന്നില്ല. ഞാൻ തരുന്നിട്ടല്ലാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല കൊടുക്കാൻ. നിലക്ക് ഒപ്പിച്ചാൻ കഴിയൂല, അതുകൊണ്ടാണ്. ഇപ്പം എന്താ ചെയ്യുക അറിയില്ല. ഓൻ തരിക്കും വിചാരിച്ചു. എങ്ങനെയെങ്കിലും എല്ലാവരും അറിഞ്ഞിട്ട് ഞങ്ങളെ പൈസ കിട്ടണം ഞങ്ങൾക്ക്.